ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഖ്തിലാത്ത് അഥവാ അനിയന്ത്രിതമായ ആൺ പെൺ സങ്കലനങ്ങൾ ഒരു സംസ്കാരമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെക്കുറിച്ച്, അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിൻ്റെ അനുബന്ധമായി നമ്മെ പഠിപ്പിക്കുന്നത് വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, അഥവാ ലജ്ജ എന്നത് ഈമാനിൻ്റെ ഭാഗമാണ് എന്നതാണ്. ആദം ഹവ്വ ദമ്പതികളിൽ ഇബ്ലീസ് ആദ്യം പരീക്ഷിച്ച് വിജയിച്ചതും അവരിലെ ലജ്ജാബോധത്തെ ഊരിക്കളഞ്ഞുകൊണ്ടാണ്. ലിയുരീഹിമ സൗആത്തിഹിമ എന്ന് ഖുർആൻ അതിനെ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അനിയന്ത്രിതമായ ആൺ പെൺ ഇടകലർച്ചകൾക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ലിബറലിസത്തിലൂടെ ഇബ്ലീസ് അവൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൂടെ വ്യഭിചാരത്തിലേക്ക് വരെയും എത്തിപ്പെടാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന ഖുർആന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് ഇത്തരത്തിലുള്ള സങ്കലനങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ അനിയന്ത്രിതമായ അനാവശ്യമായ ആൺ പെൺ ഇടകലർച്ചകൾ ഇല്ലാതിരിക്കുവാനും അങ്ങനെ ഇബ്ലീസിനെ പ്രതിരോധിക്കുവാനും കുടുംബങ്ങളിൽ ധാർമ്മികമായ മൂല്യങ്ങൾ തിരികെ കൊണ്ടുവരുവാനും വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.